ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നല്ല മഴക്കാലമാണ്. ഇവിടെ കഴിഞ്ഞ സൺഡേ തുടങ്ങിയ മഴ ഇവിടെ ഇപ്പോഴും ആ ഒരു മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ഇച്ചിരി ഇങ്ങനെ വെട്ടം ഉണ്ടെങ്കിലും മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കന്നുകാലികളെ എങ്ങനെ സംരക്ഷിക്കാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് ഉപകാരപ്രദമായിട്ടുള്ളവർക്ക് എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ഈ പശുവൊക്കെ ആയിട്ട് ഒരു ഫാം റിലേഷൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് ഉപകാരപ്രദമായിട്ട് തോന്നുന്നവർക്ക് മാത്രം ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് എല്ലായിടത്തും ഇങ്ങനെ മഴയാണോ? ഇവിടെ ഒരാഴ്ച കൊണ്ട് സൂപ്പർ മഴയാണ്. വേനൽ പറഞ്ഞിപ്പോൾ അടിപൊളി മഴ. അപ്പോൾ നമ്മുടെ കന്നുകാലികൾക്കും ഒരാശ്വാസം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ തോരാൻ നിൽക്കുമ്പോൾ ആഴ്ചകൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ക്ലീനിങ് തന്നെയാണ്. തൊഴുത്ത് നന്നായിട്ട് എപ്പോഴും ക്ലീനായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത്രയും സമയം വെയിലുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഇച്ചിരിയൊക്കെ വെള്ളം കിടന്നാലും അത് വെയിൽ തട്ടി ഉണങ്ങിപ്പോവും, അങ്ങനെയൊക്കെ നടക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ പുല്ലിടുന്ന പുൽത്തൊട്ടിയിലായാലും തറയിൽ എവിടെയെങ്കിലുമൊക്കെ ആയാലും ഇച്ചിരിയൊക്കെ വെള്ളം കിടന്നു കഴിഞ്ഞാൽ, കാരണം ഇവിടെയൊക്കെ 1 വീക്കായി നല്ലതായിട്ട് വെയിൽ വന്നിട്ട്, ഈ ചെറിയൊരു പ്രകാശം മാത്രമേ ഉള്ളൂ. ഇവിടെ ചൂടോ വെയിലോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഈ വെള്ളത്തിന് ഇത് കാരണം ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ആദ്യം അവോയ്ഡ് ചെയ്യണം. ഇത് ഫാമിൽ പിന്നെ മടിനീരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ഈ ചെറിയ പുഴുക്കളും അതും ഇതൊക്കെ വരുന്നത്. ഇത് തടയാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഇതിന് നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പൊട്ടാസ്യം പെർമനേറ്റ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടിയ ഒരു പിങ്ക് കളറിലൊരു പൗഡറാണ്. അത് മേടിച്ചിട്ട് വെള്ളത്തിൽ കലക്കി തൊഴുത്ത് മുഴുവനും പ്രത്യേകിച്ച് മാറ്റുള്ളവർ മാറ്റ് മാറ്റിയിട്ട് തന്നെ അത് യൂസ് ചെയ്യുക. എന്നിട്ട് മാറ്റിടാം. എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇത് അതായത് പുൽത്തൊട്ടി ഇൻക്ലൂഡിങ് പുൽത്തൊട്ടി. ഇത് പശുവിൻ്റെ വയറ്റിനകത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. പുൽത്തൊട്ടിക്കകത്തും ഈ പൊട്ടാസ്യം പെർമനേറ്റ് സൊല്യൂഷൻ മുഴുവനും ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം കെട്ടിക്കൊണ്ട് നിന്നുള്ള പ്രശ്നമൊക്കെ മാറും. അടുത്ത് ശ്രദ്ധിക്കാനുള്ള എന്ത് വെച്ചാൽ, നമ്മുടെ പശുക്കളെ പുറത്തെന്തായാലും ഈ മഴയത്ത് കൊണ്ട് കെട്ടാൻ പറ്റൂല. പുറത്ത് പശുക്കളെ കെട്ടാൻ പാടില്ല. കാരണം ഒരുപാട് നേരം മഴയത്ത് നിൽക്കുമ്പോൾ പശുക്കൾക്ക് പനി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് കെട്ടാൻ പാടില്ല. അല്ല, പുറത്ത് നമ്മളിപ്പം പശു മാറ്റിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ തന്നെ സിമെന്റ് തറയിൽ പുറത്ത് ചെളിയാണ്. ഇത് നിന്ന് കുളമ്പുകൾക്ക് അസുഖം ഉണ്ടാവാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് കൊണ്ട് പശുക്കളെ കെട്ടാൻ പാടില്ല. കുളമ്പിൽ അസുഖങ്ങളുണ്ടാവും. ഫാമിനകത്തും ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെയും ഇച്ചിരി നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നനവും കാര്യങ്ങളും പശുക്കളുടെ കുളമ്പുകൾക്ക് അണുബാധ ഉണ്ടാവാനും കുളമ്പ് ചീയലിനൊക്കെ വഴി തെളിച്ചേക്കാം. കുളമ്പ് ചീയലുള്ളവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേറെ ഒരു മെഡിസിൻ ഉണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം. കുളമ്പ് ചീയലിന് ഉള്ള ഒരു മെഡിസിൻ, വെള്ളത്തിൽ നിന്നിട്ട് വരുന്ന ഒരു മെഡിസിൻ, അത് കാണിക്കാം. ഇപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചൂടുവെള്ളം, അതായത് നമുക്ക് കൈയിട്ട പൊള്ളില്ല എന്ന് ഉറപ്പുള്ള വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് എല്ലാ പശുക്കളുടെയും കുളമ്പുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു വീക്കിലി 3 days ഒക്കെ ഇത് ചെയ്യാം. പശുക്കളുടെ കുളമ്പിന് ഇത്തിരി നല്ല ആരോഗ്യം കിട്ടും. അത് ചെയ്യാം ഈ മഴക്കാലത്ത്. അടുത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഇത് എന്തായാലും മഴ സീസണാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കിത് തളിര് പുല്ലായിരിക്കും, ഈ പുതിയ പുല്ലുകൾ. അത് മാക്സിമം കുറച്ച് കൊടുക്കുക. കൊടുക്കാതിരിക്കുന്നല്ല, കുറച്ച് കൊടുക്കുക. ഇത് പശുവിൻ്റെ ദഹന വ്യവസ്ഥയിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുകയും നമ്മുടെ ചാണകം കുറച്ച് ലൂസായിട്ട് പോവുകയും ചെയ്യും. അത് പാലുൽപാദനം കുറയ്ക്കും. അങ്ങനെ കാരണം അതിലൊന്നും ഈ പുല്ലിന്റെ കണ്ടന്റ് ഒന്നും പശുവിന് അബ്സോർബ് ചെയ്യില്ല. അത് ദഹിക്കാതെ തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ തളിര് പുല്ല് കുറച്ച് കൊടുക്കുക. വൈക്കോലിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കുക ഈ മഴ സീസണിൽ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മഴ സീസണിൽ കിട്ടുന്ന തളിര് പുല്ലായിരിക്കും. കാരണം പൊടിച്ച് വരുന്നത് ആ മഴയുടെ ഒരു ഇത് കൊണ്ട് അത്രയും ദിവസവും ഇങ്ങനെ
പൊടിക്കാൻ ആ ഒരു മുരടിപ്പുണ്ടായിരുന്ന പുല്ലെല്ലാം പെട്ടെന്നൊരു സമയത്ത് തളുത്ത് കയറും. ആ സമയത്ത് ഈ മഴ സീസണിൽ കിട്ടും. അത് മാക്സിമം കുറച്ച് കൊടുത്തിട്ട് വൈക്കോൽ കൊടുക്കുന്നതിന്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ പാലുൽപാദനം കുറയും. അടുത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ മഴ സീസണിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഓപ്പൺ ആണ്, എല്ലാവരും ഫാം ഇങ്ങനെ ഇവിടങ്ങളിലൊക്കെ ഉള്ള ഫാം ഇങ്ങനെ ഓപ്പൺ ഫാമാണ്, തൊഴുത്ത് ഇങ്ങനെയാണ് ചെയ്തേക്കണേ. അപ്പോൾ തന്നെ ഒരുപാട് പക്ഷികൾ, കാക്ക അല്ലെ വേറെ എന്തെങ്കിലും പക്ഷികളൊക്കെ മഴ നനഞ്ഞ് ചിറക് ഉണക്കാനായിട്ട് ഇവിടെയൊക്കെ ഈ ഇങ്ങനെ സീലിങ്ങിലും ഈ ഇവിടുത്തെ കമ്പിയിലൊക്കെ വന്ന് ഇരുന്ന് ഉണക്കും. ആ സമയത്ത് തൂവല് ഈ പുൽത്തൊട്ടിക്കകത്ത് വീഴാൻ ചാൻസ് കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം അതൊക്കെ പശുക്കൾക്ക് വയറിളവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തന്നെ പാലുൽപാദനം കുറയും. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ പുൽത്തൊട്ടി ഒന്ന് ക്ലിയർ ചെയ്തിരിക്കണം. കാരണം ഈ സമയത്ത് ഇങ്ങനെ തൂവലിന്റെ അംശമൊക്കെ പുൽത്തൊട്ടിക്കകത്തൊക്കെ വീണ് കിടക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് പശുക്കളെ സംരക്ഷിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചാൽ ഈ തണുപ്പും ഇങ്ങനെ ഒരു ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ടും ഈ ഒരു ഇങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്യുന്നതുകൊണ്ടും പാലുൽപാദനവും കൂടാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് പശുക്കളെ കുറിച്ചല്ല, നമ്മൾ തന്നെ കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മഴ സീസണാണ്, കറണ്ട് പോകാൻ ചാൻസ് ഒരുപാട് കൂടുതലാണ്. കറണ്ട് പോകുമ്പോൾ നമ്മൾ ഇപ്പം മെഷീനാണ് യൂസ് ചെയ്യുന്നുള്ളവർക്ക് കൈക്കറവിന് കുഴപ്പമില്ല. ഒരുപാട് വലിയ ഫാമാണെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ തന്നെ നമ്മൾ മെഷീനാണ് യൂസ് ചെയ്യണേ. മെഷീൻ യൂസ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, ജനറേറ്റർ വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് ഉറപ്പുവരുത്തണം. പെട്രോൾ എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം ജനറേറ്ററിന് വേണ്ടിയുള്ള. ഇവിടെ നമുക്കിവിടെ ഇപ്പം അങ്ങനെ നീണ്ട് കറണ്ട് പോയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ അമ്മാമ്മയുടെ വീട്ടിൽ, എൻ്റെ അമ്മയുടെ വീട് പെരിഞ്ഞമലയാണ്. അവിടെയൊക്കെ 2 ദിവസം വരെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ജനറേറ്റർ യൂസ് ചെയ്യാതെ ഒരുപാട് ദിവസം ഇരുന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് വർക്കാവത്തില്ല. മാക്സിമം ഇപ്പം എന്നും കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ ജനറേറ്റർ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സമയത്തിന് അത് പ്രവർത്തിക്കൂല. അതുകൊണ്ട് പെട്രോള് കയ്യിൽ കരുതിയിരിക്കുക. കാരണം ഇപ്പോൾ മഴ കുറച്ചും കൂടെ കടുപ്പിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല ഇലക്ട്രിസിറ്റിയുടെ കാര്യമൊക്കെ. അപ്പോൾ ജനറേറ്റർ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുക. എല്ലാവരും പെട്രോളൊക്കെ കയ്യിൽ കരുതിയിരിക്കുക ജനറേറ്ററിൽ ആവശ്യമായിട്ടുള്ള. അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാലത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാറുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കണേ. അപ്പോൾ ബൈ.